തെലുങ്കിൽ നിന്ന് കിളി പറത്തണ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കാർ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഒരുവിധ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്, മലയാളത്തിലും അവൈലബിൾ ആണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ വേഫറാർ ഫിലിംസ് ആയിരുന്നു ഇതിന്റെ മലയാളം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ തിയേറ്ററിൽ കണ്ടവര് യു ഗായ്സ് അത് ലക്കിയസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് അസൂയുള്ളൂ. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് കാണുകയെന്ന് വെച്ചാൽ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ്. സോ ഈ സിനിമയിൽ ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കണം, വെൻ ഇറ്റ് കംസ് ടു റൂറൽ മിസ്റ്ററി, അങ്ങനത്തെ സിനിമയിൽ തെലുങ്കന്മാരെ അടിക്കാൻ വേറെ ആളില്ല എന്ന് പറയാം. ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ 3 മണി ഉച്ചയ്ക്ക് ആയിക്കഴിഞ്ഞാൽ ഇരുട്ടാവും, രാത്രിയാവും. പിന്നെ അവിടെയുള്ള ആൾക്കാർ തീപ്പന്തും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടാണ് ജീവിക്കുന്നത്. സോ ഇതൊക്കെ ആരുടെ തലയിലാണ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാധാരണക്കാരുടെ തലയിലൊന്നും വരില്ല. അതേസമയം അതിന് പാരലായിട്ട് കുറെ സ്ത്രീകൾ അവിടുന്ന് കാണാതാവും. അപ്പൊ പിന്നെ അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെഷീൻ, ആ മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അതെന്തോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യം വരെ നമ്മൾ അറിയാതെ പറഞ്ഞു. അതാണ് ആദ്യം കാണിക്കുന്നത്. ഞാനെങ്കിൽ ഇതൊക്കെ എവന്റെ തലയിലൂടെ ഇങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ വരുന്നതെന്നാണ്. പിന്നെ ടുവേർഡ്സ് ഇന്റർവെൽ, ഒരു കിഡിലെ ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ട്. ഒരൊറ്റ മനുഷ്യന് അതും പ്രെഡിക്റ്റ് ചെയ്യില്ല അത് ഇന്ന ആളായിരിക്കുന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞാൽ പീക്ക് ലെവലാണ്. അതായത് ട്വിസ്റ്റിന്റെ അയ്യര് കളി, നമുക്കൊന്നും വിചാരിക്കുന്നില്ല ഇന്ന ആളാണ് വില്ലൻ, ഇന്നതാണ് സംഭവം നടന്നത്. ആൻഡ് അവർ കൊണ്ടുവരുന്നത് നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആദ്യം കാണിക്കുന്ന ഒരു സീനും ടുവേർഡ്സ് എൻഡിലായിരിക്കും അവർ കണക്ട് ചെയ്യും. ആ കണക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാം. കിരണാണ് ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആള് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊരു ഷോക്കിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ ഷോ സ്റ്റീലർ എന്നൊക്കെ എനിക്ക് തോന്നിയത് നമ്മുടെ തൻവിയുടെ പെർഫോമൻസ്. മലയാളി ആക്ട്രസ് ഉണ്ട് ഈ സിനിമയിൽ. ആ കൊച്ചിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ആണ് ഇത്രയും കിടിലായിട്ട് അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കറക്റ്റ് മീറ്ററിലാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ മലയാളി ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർമാരെ തെലുങ്കിൽ കൊണ്ടിട്ട് തെലുങ്കന്മാർക്ക് യൂസ് ചെയ്യാൻ അറിയാം. അപ്പൊ നമ്മൾ നിവേദ തോമസിന്റെ 35 ചിന്നക്കഥ കാതു, അതേപോലെ തന്നെ ഇപ്പൊ മറ്റേ തൻവീർ ആണ്, ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയോ നമുക്ക് തോന്നിപ്പോവും. സോ ETV വിന്നിൽ ഈ സിനിമ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തെലുങ്ക് ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ട് പോയി കണ്ടതാണ്. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്കാണെന്ന് വെച്ചാൽ ഈ എമണ്ടി ചെപ്പണ്ടി മാത്രം ഇതിൽ അറിയുള്ളൂ. സോ സമയമുള്ളവർ എന്തായാലും കണ്ടു നോക്കുക. ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. ഒരു നായയുടെ ഒക്കെ വന്നിട്ട് അടിപൊളി, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല. നമ്മൾ വിചാരിക്കും എന്ത് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എന്ന്. അതായത് ഈ സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു മെഷീൻ പറഞ്ഞില്ലേ, ആ മെഷീൻ വെച്ചിട്ട് 2 പേരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് നായകനെയും അതേപോലെ തന്നെ രാധ പറഞ്ഞ തൻവിയുടെ ക്യാരക്ടറെയും. അപ്പൊ ആ ഒരു റൂമൊക്കെ ഭയങ്കര വഴുക്കലും അതേപോലെ ചെളി പിടിച്ച റൂമൊക്കെ ആയിരിക്കും. പുറത്ത് അവർക്ക് ആൾക്കാർ സംസാരിക്കുന്ന കേൾക്കാം, പക്ഷെ ഇവര് പറയുന്നത് ആരും കേൾക്കില്ല. ആ റൂം എന്താണെന്നുള്ള ലാസ്റ്റ് അവർ കാണിക്കും. നമ്മളൊക്കെ വായ പൊളിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഒരുത്തൻ ആലോചിക്കും എന്നുള്ളത്. സോ ആമസോൺ പ്രൈമിൽ പടം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ പാട്ടൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് വെച്ചാൽ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സോ പേഴ്സണലി എന്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ റീസെന്റ് ഈ റൂറൽ മിസ്റ്ററീസ് ഒക്കെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പടമായിട്ടാണ്